അപ്പോൾ ഗായ്സ്, ഹായ്, നമസ്കാരം. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാനാണ് ഈ ജോലിക്കാരൻസ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയണം എന്നുള്ള കൺഫ്യൂഷൻസ് നല്ല രീതിയിലുണ്ട്. എന്തൊക്കെയോ പറയുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തമാശ ഉണ്ടോ അറിയില്ല. എനിക്കെന്താണ് പറയാനുള്ളത് അത് ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ കൈയുടെ ആക്ഷൻ ആണെങ്കിൽ കണ്ണങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഒരു വെപ്രാണത്തിൻ്റെ ഒരു രീതിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത് ആദ്യം തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ കുറേ നാളായിട്ട് ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിക്ടോക്കാണ്. ടിക്ടോക്കിൽ ഒരു 14K ഫോളോവേഴ്സൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടിക്ടോക്ക് എടുത്ത് കളഞ്ഞു, അതോടെ ആ പരിപാടി തിന്നു. പിന്നെ അങ്ങനെ സോഷ്യൽ മീഡിയ ആയിട്ട് അങ്ങനെ വലിയ കണക്ഷനൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ജോലിയായി, പ്രാരാബ്ധമായി, ആ രീതിയിലൊക്കെ നമ്മൾ പിന്നെ ലൈഫ് മാറുമല്ലോ. പിന്നെ അങ്ങനെയൊക്കെ പോയി. പിന്നെ അധികം പരിപാടികളൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നീട് ഒരു ചെറിയ ജോലി കിട്ടി. നേരെ എറണാകുളത്ത്, ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് പ്രസൻ്റ്ലി ഉള്ളത്. അപ്പം എറണാകുളത്ത് വന്ന് അവിടെ ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ സൗണ്ട് കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ ഞാനൊരു ചെറിയ ന്യൂസ് കേട്ടത്. അപ്പം ആ സൗണ്ട് കൊള്ളാമെന്ന് ന്യൂസ് കേട്ടു. അപ്പം തന്നെ നമ്മൾ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തു. നേരെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി. അവിടെ നമ്മുടെ ലവ് കോഡ്സും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിലാണ് ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി ഒരു ചെറിയ 2-3 വരികളൊക്കെ അവിടുന്ന് ഇവിടുന്നും അടിച്ചു മാറ്റി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പിലാണ് ആദ്യം ഞാൻ എൻ്റെ വോയിസ് ഓവർ എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. വോയിസ് ഓവർ എന്ന് പറയുന്ന വീഡിയോ അല്ല, വോയിസ് ഓവർ ചെയ്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് സെയിം നമ്മുടെ പൈങ്കിളിയാണ്. ലവ് ട്രാക്കാണ് കൂടുതലും. കാരണം അന്ന് അതൊക്കെ വലിയ കാര്യമായിരുന്നു വിചാരിച്ചിരിക്കുന്ന സമയമാണ്. അത് 2020-21 ടൈമിലാണ്. 21, അതായത് കോവിഡിന് മുന്നെയാണ് കേട്ടോ ഈ പറയണേ. കോവിഡ് തുടങ്ങുന്നതിന് ഒരു 2 months ഐ തിങ്ക്, 2 മാസം അതിൻ്റെ കുറച്ച് മുന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു 3-4-5 വീഡിയോ ചെയ്തു. കുറച്ച് കളിയാക്കലും പരിപാടിയൊക്കെ കേട്ടപ്പം അതും അവിടെ നിന്ന് സ്റ്റോപ്പായി. പിന്നെ അഗെയിൻ ബാക്ക് ടു വർക്ക് ട്രാക്കൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ അങ്ങ് നടക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് പിന്നെ ഒരു ആഗ്രഹം മൂത്തു. അങ്ങനെയാണ് ഇപ്പം ഈ യൂട്യൂബ് ചാനൽ എന്നുള്ളൊരു ഇതുവരെ എത്തിയത്. പിന്നെ ഇൻ ബിറ്റ്വീൻ കുറേ കഥകളുണ്ട്. എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാനും പിന്നെ ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാനും ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊന്ന് സ്കിപ്പ് ചെയ്തു പോയത്. പിന്നെ ഞാൻ നേരെ ക്യാമറ നോക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഒരു വെപ്രാളം ഉള്ളതുകൊണ്ടാണ്. അത് ശരിയാവാതെ പോകത്തില്ലല്ലോ. പിന്നെന്താ, പിന്നെ ഈ ചാനലിൽ കൂടെ എന്തൊക്കെ കണ്ടൻസാണ് ഇടാൻ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇല്ലായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്. ഇത് എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടോ അതെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയാണ് ഞാനിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് യാത്രയും ഒബ്വിയസ്ലി പറഞ്ഞാൽ യാത്രയും ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ റീസെൻ്റ്ലി കുറച്ച് എനിക്കിഷ്ടപ്പെട്ട നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നല്ലത് തന്നെയാണത്. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2-3 പോസ്റ്റ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇതിൻ്റെ അടിയിലുണ്ട്. സോറി, ഈ ചാനലിൻ്റെ അടിയിലുണ്ട്. സോ നിങ്ങൾ ആർക്കെങ്കിലും ടൈം ഫ്രീ ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണുക. പിന്നെ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹം. പിന്നെ ഈ യൂട്യൂബ് ചാനൽ വളരുമോ ഇല്ലയോ അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര സൗണ്ട് കേൾക്കാം. ഞാൻ ഇവിടെ റൂമിലാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഡോറ് തുറക്കുക ഇടയ്ക്കൊക്കെ ചെയ്യുന്ന സൗണ്ടാണ്. പ്ലീസ് എക്സ്ക്യൂസ്. കാരണം വേറെ സെറ്റപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോണും സൗണ്ടും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൈപ്പിൽ ഞാൻ ആ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് വെച്ചത് മാത്രമാണ്. അപ്പം ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വെപ്രാളമാണ്, സീരിയസ്ലി ഞാൻ പറയില്ല, വെപ്രാളമാണ്. എനിക്ക് എന്തൊക്കെ പറയണമെന്നറിയത്തില്ല, ഒട്ടും പ്രിപ്പയർഡായിട്ട് പറയാൻ വേണ്ടിയിട്ട് പണ്ട് പ്രസംഗം പഠിച്ചവരൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊരു പാർട്ട് 1 വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക. സോ ശരിയാണ്, ഇതിൽ ഇഷ്ടംപോലെ ചേഞ്ചസ് വരാനുണ്ട്. പതിയെ വരുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇതിനിടയിൽ എൻ്റെ കൂട്ടുകാരന്മാർ വന്ന് കളിയാക്കും, അത് ഉറപ്പാണ്. അവന്മാർക്ക് അതാണല്ലോ പണി. സോ അതെന്തായാലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലത് പറയാനും ചീത്ത പറയാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. സോ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. അത് രണ്ടും ഞാൻ നല്ല രീതിയിൽ തന്നെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ചില വാക്കുകളൊക്കെ ചിലപ്പം വേദനിക്കും. സോ അതനുസരിച്ചൊക്കെ ഞാൻ ചിലപ്പം പ്രതികരിച്ചൊന്നും വരാം, മനുഷ്യനില്ല. സോ അങ്ങനെയൊക്കെ ഉണ്ടാകും. ബട്ട് മാക്സിമം എല്ലാം നല്ല രീതിയിൽ എടുക്കാനേ ഞാൻ നോക്കാറുള്ളൂ.
അപ്പോൾ ഈ കൈയുടെ ആക്ഷനും ഈ പിറകിലെല്ലാം അതുകൊണ്ടാണ്. സോ വേറെന്താ, അപ്പം ഇത്രേ ഉള്ളൂ. സോ പാർട്ട് 2 കാണാം. പാർട്ട് 2 വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഞാൻ ഡെവലപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെയിം കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ആണ് ആദ്യം തന്നെ വരിക, അതിന് ശേഷമായിരിക്കും പതിയെ എൻ്റെ ട്രാവലും പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പല പല ഷൂട്ടിങ്ങും വീഡിയോസ് അതുപോലത്തെ ചെയ്യുന്നത്. പ്രൊഫഷണൽ വീഡിയോഗ്രാഫറോ ഫോട്ടോഗ്രാഫറോ ഒന്നുമല്ല, ബട്ട് എനിക്കിഷ്ടമാണ് നല്ല ഫ്രെയിംസൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. അതാണ് മെയിൻ. അപ്പം അതിൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള കുറച്ച് കഥകളൊക്കെ ആയിട്ട് പാർട്ട് 2 കാണാം. അതുവരെ ബൈ. പിന്നെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ അടുത്ത പാർട്ട് 2 വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് കയറി വരാം. സോ അതുവരെ